പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ വാഹന മോഡിഫിക്കേഷൻ വല്ലതും നടക്കുവോ? അതെന്താ നീ അങ്ങനെ ഒരു കുത്തും കോളും വെച്ച് സംസാരിച്ചത്? ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമമാണ് അത്. സതീശൻ എങ്ങനെ മാറ്റും? അതൊന്നും എന്നോട് പറയാൻ പറ്റൂല. അതൊക്കെ നമ്മള് ട്രേഡ് സീക്രട്ടാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇല്ല, ബസ്സിൽ ഫ്രീ കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മോഡിഫിക്കേഷനും രാഷ്ട്രീയവും ഇലക്ഷനും തമ്മിൽ എന്ത് ബന്ധം? ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമമാണ് അത്. സതീശൻ എങ്ങനെ മാറ്റും? എനിക്കറിയില്ല ഇവൻ ആരാന്ന്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നടക്കുമല്ലോ. അതൊന്നും ഈ പപ്പനും തെണ്ടിപ്പൊട്ടികൾക്ക് മനസ്സിലാവാത്ത എന്താ? വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. മോഡിഫിക്കേഷൻ നടത്തട്ടെ, ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ല. എനിക്കെന്തോ വല്ലാത്ത പ്രതീക്ഷ തോന്നുന്നു. വാഹനങ്ങളിൽ 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. അപ്പൊ നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമായിരുന്നല്ലേ? നിങ്ങൾ ആള് കൊള്ളാട്ടോ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? നടക്കൂല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാളുന്നു. വാഹനപ്രേമികളൊക്കെ വല്ലാണ്ട് ഒരു ആവേശത്തിലായിരുന്നു. കാരണം ഈ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് അനുകൂലമായിട്ട് വിവരങ്ങൾ ഉണ്ടാകും, ഇനി ഒരു പൊളി പൊളിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് കുറച്ചൊരു നിരാശ തന്നെയാണ് ഉണ്ടായത്. കാരണം വാഹനം മോടി പിടിപ്പിക്കുന്നതിൽ വമ്പൻ ഇളവുകളൊക്കെ പ്രതീക്ഷിച്ച യുവത്വത്തെ നിരാശരാക്കിയിട്ടുണ്ട് സർക്കാർ. അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന്. സീറ്റ് കവറും ഫ്ലോർ മാറ്റും സ്റ്റിയറിംഗ് വീൽ കവറും ഉൾപ്പെടെ നിലവിൽ അനുവദനീയമായ 18 പതിവ് മോടി പിടിപ്പിക്കലുകൾ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിന് നൽകിയ ശുപാർശയിലുള്ളത്. 20-ാം നൂറ്റാണ്ടിലെ യുവദാസിന്റെ പതിപ്പാണ്. എടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഒന്നും പറയണ്ട. പട്ടികയിലുള്ളതല്ലാത്ത മറ്റ് മോഡിഫിക്കേഷനുകളെല്ലാം നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് MVDയുടെ കണ്ടെത്തൽ. ചെയ്യുന്നത് തമ്മാടിത്തരാണെന്ന് ഓർക്കണം. ഞാനെന്ത് ഇവര് സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് ഇവര്? പട്ടികയിലുള്ള 90% മോഡിഫിക്കേഷനുകളും നിലവിലുള്ളത് തന്നെയാണ്. നീ കുറെ പുരാവസ്തു ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറി മേടിച്ചാ നടാ ഞാൻ. പട്ടികയിലുള്ള ഭൂരിഭാഗവും നിലവിൽ അനുവദിച്ചിട്ടുള്ളത് എന്നാണ് വിമർശനം. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള കാര്യമാണ്. പക്ഷെ ആ CM വിചാരിച്ചാൽ അത് നടക്കുമെന്ന് തോന്നണുണ്ടോ? നടത്തും, എന്തായാലും നടത്തും. എന്തൊക്കെയാണ് പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. പാവി ചെല്ലുന്നിടം പാതാളം, അത്ര തന്നെ.